പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കില്ല. ശിക്ഷാവിധി സംബന്ധിച്ച വാദം ആകും ഇന്നുണ്ടാവുക. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഇത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാമോ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ല എന്നത്? അനുജ, അങ്ങനെയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ അടക്കം നമ്മളോട് വ്യക്തമാക്കിയത്. അതായത് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇനി എന്ത് ശിക്ഷ വേണമെന്ന കാര്യത്തിൽ ഇനി ഒരു വിചാരണ നടക്കും. അതാണ് ഇന്ന് ഉണ്ടാവുക. ഏകദേശം 12:30 കൂടി തന്നെ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മറ്റൊരു ദിവസമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും അതിക്രൂരമായി നടന്ന ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇതിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. അതായത് ഈ സജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ, അതിലൊരു കാൽപ്പാടുണ്ടായിരുന്നു. ഈ കാൽപ്പാട് ചെന്താമരയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ പ്രോസിക്യൂഷനായി. മറ്റൊന്ന്, സജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഒരു തുണി, ഒരു ഷർട്ടിന്റെ പീസ്, അത് ചെന്താമരയുടേതാണെന്ന് ചെന്താമരയുടെ ഭാര്യ തന്നെ മൊഴി നൽകി. ഈ രണ്ട് കാര്യങ്ങളും ഏറെ നിർണായകമായിരുന്നു. അതോടുകൂടി തന്നെ ചെന്താമര ഈ കുറ്റക്കാരൻ എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായി. മറ്റൊന്നുള്ളത്, ഈ ചെന്താമര യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സജിതയെ കൊന്നത് എന്നതൊക്കെ തെളിയിക്കാനായി കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിയിച്ചിരുന്നത്. എന്തായാലും ഈ വിധി ഇനി ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അതിൽ ഏറെ ശിക്ഷാവിധി ഇന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് ഷംന നൽകുന്ന വിവരം. സെന്റൻസ് ഹിയറിംഗ്, അതായത് ശിക്ഷാവിധി സംബന്ധിച്ച വാദമാകും ഇന്ന് നടക്കുക എന്നതാണ് ആയിഷത്തുൽ ഷംന നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.